ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തശയജ്ഞത്തിന്റെ 372 ഭാഗത്തേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി പിന്നെ ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീ സതീഷ് MV ആണ്, തൃക്കരിപ്പൂർ. നമുക്ക് വേണ്ടി വായിക്കാൻ പോകുന്നത് ശ്രീമതി ഇന്ദു കിഷോർ, എറണാകുളത്ത് നിന്നാണ്. ഇന്ദു, സായിരാം. ഞാന് 3 പ്രാവശ്യം ഓങ്കാരവും 3 പ്രാവശ്യം സായി ഗായത്രിയും പറഞ്ഞ ശേഷം ഭഗവാന്റെ വാണി ഒരു 10 മിനിറ്റിനകം വായിച്ചു തീർക്കൂ. പിന്നെ ഒരു 10-15 മിനിറ്റ് അനുഭവങ്ങൾ പറയും. അത് കഴിഞ്ഞിട്ട് ഭഗവാന്റെ ഒരു വീഡിയോ ഉണ്ടാവും. അതിനുശേഷം ഒരു ഭജന പാടണം. സായിരാം, തുടങ്ങിക്കോളൂ. ईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ ईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ ईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ शान्ति शान्ति शान्तिः। ഓം ശ്രീ സായിറാം. എൻ്റെ എല്ലാമായ പ്രേമസ്വരൂപനായ സ്വാമിയുടെ തൃപ്പാദങ്ങളിൽ കോടി നമസ്കാരം. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ സായിറാം. ഇന്ന് ഞാൻ സായി വാണിയിലൂടെ വായിക്കാൻ പോകുന്നത് ഹരിയാനയിലെ ധർമ്മക്ഷേത്രയിൽ 1970 ഡിസംബർ 25 ഒരു ക്രിസ്മസിൽ സ്വാമി നടത്തിയ പ്രഭാഷണത്തെ ആണ് ഇന്ന് വായിക്കാൻ പോകുന്നത്. ദിവ്യ സ്വരൂപികളെ, ഈ അവതാരത്തിന്റെ സപ്രമാണതയെ പറ്റി പറയുവാനുള്ള ഏറ്റവും നല്ല സമയമാണിത്. ഈ ശരീരത്തിന്റെ ശ്രേഷ്ഠതയ്ക്കോ പ്രാധാന്യത്തിനോ അവകാശം സ്ഥാപിക്കാൻ വേണ്ടിയല്ല ഞാനിത് പറയുന്നത്. സത്യം ബോധിപ്പിക്കുക മാത്രമാണ് എൻ്റെ ആഗ്രഹം. ഞാൻ വെളിവാക്കുന്ന മഹിമയെയും ഓരോ കർമ്മത്തിലും പ്രകാശിപ്പിക്കുന്ന ദൈവികതയെയും കാരുണ്യത്തിന്റെ ഫലമായ വിസ്മയങ്ങളെയും അത്ഭുതകരമായ സംഭവങ്ങളെയും സഹിക്കാനോ ക്ഷമിക്കാനോ കഴിയാത്തവർ ധാരാളമുണ്ട്. ഈ ആളുകൾ ഇവയെ മാസ്മരിക പ്രവർത്തനമെന്നോ അത്ഭുതങ്ങളെന്നോ മാന്ത്രിക വിദ്യയെന്നോ പേരിടുന്നു. ജനങ്ങളുടെ വിലയിരുത്തലിന് ഇതിനെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളോട് ഞാൻ പറയട്ടെ, എൻ്റേത് മാസ്മരവിദ്യയോ അത്ഭുതമോ ഇന്ദ്രജാലമോ അല്ല. എൻ്റേത് സഹജമായ ദിവ്യശക്തിയാണ്. ഇവയെ നിന്ദിക്കുകയും അത്ഭുതങ്ങൾ ആത്മീയ വളർച്ചയ്ക്ക് ഹിതകരമല്ലെന്നും ഈശ്വര സാക്ഷാത്കാരത്തിന്റെ പ്രക്രിയയിൽ അവ തടസ്സങ്ങളാണെന്നും അവ സത്യമാർഗത്തിൽ നിന്നും വഴിപിഴയ്ക്കാൻ പ്രേരിപ്പിക്കുമെന്നും മന്ത്രിക്കുന്ന മറ്റു ചിലരുണ്ട്. ഈ ആളുകൾ ദൈവികതയെ ഉൾക്കൊള്ളാനാവാത്ത വിധം ദുർബലരാണ്. അതിൻ്റെ മാഹാത്മ്യവും വല്ലഭത്വവും മനസ്സിലാക്കാനുള്ള ശക്തിയോ വീര്യമോ അവർക്കില്ല. അവർക്ക് ചെറിയ മനസ്സും പരിമിതമായ ബുദ്ധിയുമാണ്. കൃഷ്ണന്റെ നീചനായ അമ്മാവൻ കംസൻ കൃഷ്ണന്റെ കൈകൊണ്ട് മരണം നേരിടുമെന്ന് അറിയാമായിരുന്നു. അതുകൊണ്ട് എവിടെ ദൃഷ്ടികൾ തിരഞ്ഞാലും കൃഷ്ണനെ ദർശിക്കത്തക്കവണ്ണം അവൻ ഭയന്നിരുന്നു. അവൻ അരികിലും മുമ്പിലും പുറകിലും മുകളിലും ചുറ്റിലും അവിടത്തെ കണ്ടു. അതുകൊണ്ട് ദർശനത്തിനെതിരെ മുഷ്ടി കുലുക്കി അവൻ പറഞ്ഞു, കൃഷ്ണ, നിന്റെ മായാജാലം മാനക്കേടാണ്. എന്നെ ഭയപ്പെടുത്താനുള്ള നിന്റെ കൗശലങ്ങളെ ഞാൻ നിരാകരിക്കും.
തന്റെ ഭൗതിക ശക്തി നേരിട്ടുള്ള മായാജാലത്തെ കീഴടക്കുമെന്ന വൻ പൊങ്ങച്ചം ഭാവിച്ചു. എന്നാൽ 7 വയസ്സുള്ള ചെറിയ കുട്ടി കൃഷ്ണൻ അരങ്ങിലേക്ക് ചാടിക്കയറി അവന്റെ കഴുത്തിന് പിടിച്ചു നെഞ്ചിൽ കയറിയിരുന്നു. അവൻ വീണപ്പോൾ അവനെ മരണത്തിലേക്ക് ഇടിച്ചപ്പോൾ കൃഷ്ണൻ ചെവിയിൽ വിളിച്ചു പറഞ്ഞു, അമ്മാവാ, ഇതാണ് ഈ ഇന്ദ്രജാലം, ഇന്ദ്രജാലം, ഇന്ദ്രജാലം. ചില പ്രത്യേക വാക്കിനാൽ നിങ്ങൾ ചെയ്യുന്നതിനെ നിസ്സാരമാക്കുമ്പോൾ ഒരു പ്രതിഭാസത്തെ മനസ്സിലായില്ലെന്ന് പ്രഖ്യാപിക്കാനാവില്ല. ഈശ്വരന് എന്തും ചെയ്യാൻ കഴിയും. അവന്റെ തൃക്കൈയിലെ ഹസ്തതലത്തിൽ എല്ലാ ശക്തിയുമുണ്ട്. എന്റെ ശക്തികൾ എന്നിൽ കുറച്ചു നേരം നിന്നിട്ട് മാഞ്ഞു പോകുന്നവയല്ല. ഇന്ദ്രജാലമിതം, ഇവയെല്ലാം ദിവ്യേച്ഛയുടെ പ്രത്യക്ഷമായ കൗശലങ്ങളാണ്. എന്റെ ശരീരം മറ്റെല്ലാ ശരീരങ്ങളെയും പോലെ താൽക്കാലിക വസതിയാണ്. എന്നാൽ എന്റെ ശക്തി അനശ്വരമാണ്, സർവവ്യാപകമാണ്, അനന്തമാണ്. ഈ ശരീരം സ്വീകരിച്ചിട്ടുള്ളത് ഒരു ലക്ഷ്യം നിറവേറ്റാനാണ്. ധർമ്മ സംസ്ഥാപനത്തിനും ധർമാനുശാസനത്തിനും ആ ലക്ഷ്യം കഴിയുമ്പോൾ ഈ ശരീരവും ജലത്തിലെ കുമിളയെ പോലെ അപ്രത്യക്ഷമാകും. അടുത്തൊരു ദിവസം ഗോവയിൽ വെച്ച് വളരെ ഗൗരവമുള്ള ഒരു രോഗം ഈ ശരീരത്തിനുണ്ടായി. ഇതറിഞ്ഞപ്പോൾ എന്നോട് ഭക്തിയുള്ള ധാരാളം പേർ ഉത്കണ്ഠയിൽ മുങ്ങി. രോഗത്തിന് ഈ ശരീരത്തെ ബാധിക്കാനാവില്ല, ഇതിനെ സമീപിക്കാനാവില്ല. ഇത് വരുന്നതെങ്കിലും ക്ഷണികമായ അവസ്ഥയാകുന്നു. അത് മറ്റു വല്ലവരുടെയും ആകുന്നു. അത് എന്നിലേക്ക് വരുന്നു, വന്ന പോലെ പോകുന്നു. അത് വരുമ്പോൾ ഈ ശരീരം രോഗമുള്ളതായി കാണുന്നു. എന്നാൽ എനിക്ക് അതുമായി യാതൊരു ബന്ധവുമില്ല, ഒരു രോഗാവസ്ഥയുമില്ല. അങ്ങനെയുള്ള കാര്യമുണ്ടാകുമ്പോൾ ധാരാളം ആൾക്കാർ ആ ചുറ്റുപാടിനെ നേരിടുന്ന മാർഗത്തെപ്പറ്റി എന്നോട് നിർദ്ദേശിക്കാൻ പോലും ധൈര്യം കാണിക്കുന്നു. അവർ എന്നോട് പറയും, എന്തിനു സ്വാമി, മറ്റൊരാളുടെ രോഗം അവിടത്തേക്ക് വരാൻ എന്തിനാണ് അനുവദിക്കുന്നത്? അവൻ അതിൽ ക്ലേശിക്കുന്നെങ്കിൽ ഒരാൾ മാത്രമേ ക്ലേശിക്കുന്നുള്ളൂ. എന്നാൽ അങ്ങയിൽ വരാൻ അനുവദിക്കുമ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർ ദുഃഖിക്കുന്നു. സ്വാമി, അതവന് വിട്ടുകൊടുക്കൂ. ഈ ശരീരം ക്ലേശിക്കുമ്പോൾ ഒരുമിച്ച് സഹിക്കുക എന്നത് ഭക്തന്മാരുടെ സ്വഭാവമാണ്, ധർമ്മമാണ്. എന്നാൽ ഞാനും എൻ്റെ ധർമ്മം പിന്തുടരണം. എന്നിൽ ശരണാഗതരായിട്ടുള്ളവരുടെ കഷ്ടപ്പാടുകൾ ഞാൻ തന്നെ ഏറ്റെടുക്കേണ്ടത് എൻ്റെ ധർമ്മമാണ്. ഞാൻ എൻ്റെ ധർമ്മം ചെയ്യുന്നു, നിങ്ങളുടേത് നിങ്ങളും. എന്നാൽ സത്യത്തിന്റെ മുഖത്ത് സമർത്ഥമായി നോക്കുമ്പോൾ എനിക്ക് യാതനകളില്ലെന്നറിയും. മാത്രമല്ല, നിങ്ങൾക്കും ദുഃഖിക്കാൻ അവകാശമില്ല. മുഴുവൻ വസ്തുതകളും സ്നേഹലീലയാണ്. ഇത് ഞാൻ ഏറ്റെടുത്തത് സ്നേഹത്തിന്റെ പരിഗണന കൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് വേദനയോ ദുഃഖമോ ഇല്ല. സ്നേഹ കാരണത്താൽ നിങ്ങൾ ദുഃഖിക്കുന്നു. സ്നേഹം മുഴുവനും നേരായി ദുഃഖത്തിനോ വേദനയ്ക്കോ കഷ്ടപ്പാടിനോ കാരണമില്ല. സ്നേഹം വളർത്തുക, അതുകൊണ്ട് മതിമറന്നവരായി തീരുക. ഇവിടെ നമുക്ക് 10,000-കണക്കിന് ആളുകൾ ഒത്തു ചേർത്തിട്ടുണ്ട്. എന്നാൽ അവരെത്രമാത്രം ആ കളങ്കമറ്റവരാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ 99% ഭാഗിക സമയ ഭക്തന്മാരാണ്. പൂർണ്ണസമയ ഭക്തന്മാരല്ലെന്ന് സമ്മതിക്കേണ്ടി വരും. എന്റെ സത്യം അറിഞ്ഞവരായിരുന്നെങ്കിൽ ഗോവയിലെ രാജ്ഭവനിൽ നിന്നുള്ള വാർത്തയിൽ നിങ്ങൾ ക്ലേശിക്കുമായിരുന്നില്ല. വാർത്ത വന്നപ്പോൾ അവരുടെ വിശ്വാസം ഭയങ്കരമായി ഇളകിയവരുമുണ്ട്. ഭക്തന്മാർ വിശ്വത്തിന്റെ ആനന്ദത്തിൽ നിത്യവും അവിരതമായി പ്രകാശിക്കണം. ഒരമ്മയും മകനും സ്വത്തിന്റെ അവകാശത്തിന്മേൽ വളരെ പെട്ടെന്ന് വേഗം വിയോജിപ്പ് വളർന്നു. പൂർണ്ണമായി അകന്നവരായി കോടതിയിൽ വിപരീത കൂടുകളിൽ അഭിമുഖരായി ന്യായാധിപന്റെ മുന്നിൽ നിന്നു. ന്യായാധിപൻ സ്ത്രീയോട് ചോദിച്ചു, ഈ നിൽക്കുന്ന ചെറുപ്പക്കാരനെ അറിയുമോ? സ്ത്രീ ഉത്തരം പറഞ്ഞു, അറിയും, അവൻ എൻ്റെ മകനാണ്. എത്രമാത്രം ശക്തമായി എതിർത്തിരുന്നാലും അവൻ മകനാണെന്ന് അവൾക്ക് സമ്മതിക്കേണ്ടി വന്നു. അതുപോലെ ആ ചെറുപ്പക്കാരനോടും ചോദിച്ചു, ഈ സ്ത്രീയെ അറിയുമോ? അവൻ മറുപടി പറഞ്ഞു, അറിയും, അവരെന്റെ അമ്മയാണ്. നിങ്ങളും എന്ത് തന്നെ സംഭവിച്ചാലും നിങ്ങളെയും ഈശ്വരനെയും അകറ്റുവാൻ തക്കവണ്ണം ആ വിശ്വാസത്തിൽ നിന്നും വ്യതിചലിക്കരുത്. ഇത്രമാത്രം ഏറെ ദൃഢമായ വിശ്വാസം വളരെ വേഗം ദുർലഭമായി കൊണ്ടിരിക്കുകയാണ്. മോഹങ്ങൾ പരാജയപ്പെടുമ്പോൾ ഈശ്വരനെ നിഷേധിക്കുന്നു. ആശകൾ സഫലമാകുമ്പോൾ വർദ്ധിച്ച ആഡംബരത്തോടെ അവിടത്തെ ആരാധിക്കും. മാത്രമല്ല, പൂജാമുറിയിൽ കുറെ കൂടി പടങ്ങളും ഉണ്ടാകും. പൂക്കൾക്കും സാമ്പ്രാണികൾക്കും കൂടുതൽ പണം ചെലവാക്കും. ഈശ്വരന് അഭീഷ്ടങ്ങളോ അനിഷ്ടങ്ങളോ ഇല്ല. അവന്റെ കേവലം പ്രതികരണമാകുന്നു, പ്രതിഫലനമാകുന്നു, പ്രതിധ്വനിയാകുന്നു. ആനന്ദം നൽകാനും ആനന്ദം സംരക്ഷിക്കാനും ആനന്ദം നേടുകയും ഊർജിതപ്പെടുത്തുകയും ചെയ്യുന്നു. മാർഗങ്ങളെ പഠിപ്പിക്കാനുമായി അവൻ വരുന്നു. മനുഷ്യ ഹൃദയങ്ങളെ സ്നേഹത്തിനായി ഒരുക്കിയെടുക്കാൻ അവൻ സ്വയം വേദനയും ദുഃഖവും ഏറ്റെടുക്കുന്നു. ക്രിസ്തുയുഗത്തിന്റെ ക്രിസ്തുവർഷത്തിന്റെ ആരംഭം കുറിക്കുന്നതാണ് ഈ ദിവസം. വിശ്വാസം തന്നിൽ അർപ്പിച്ചവർക്ക് വേണ്ടി ക്രിസ്തു തന്റെ ജീവിതത്തെ പരിത്യജിച്ചു. സേവനം ഈശ്വരനാകുന്നു.
ത്യാഗം ഈശ്വരനാകുന്നു എന്ന സത്യം അദ്ദേഹം പ്രചരിപ്പിച്ചു. ഈശ്വരനെ ആരാധിക്കുന്നതിൽ ശങ്കിച്ചാലും മനുഷ്യരൂപമെടുത്ത് വസ്ത്രധാരണങ്ങളോടെ ചമയങ്ങൾ അണിഞ്ഞ് ഭാഷണവുമായി അസംഖ്യമായി നിങ്ങൾക്ക് ചുറ്റും സഞ്ചരിക്കുന്ന ഈശ്വരനെ ആരാധിക്കാൻ ശങ്കിക്കരുത്. കൂട്ടാളികളായ മനുഷ്യർക്ക് കാരുണ്യം പകരുന്നവർക്ക് മാത്രമേ ഈശ്വര കൃപയിൽ സ്ഥാനം അവകാശപ്പെടാൻ കഴിയൂ. ഏറ്റവും ഉത്കൃഷ്ടമായ ആത്മീയ ശിക്ഷണവും ഇതാകുന്നു. മാനവ സമൂഹത്തിന്റെ ഏകത്വത്തിലും ഈശ്വരന്റെ ഉണ്മയുടെ മഹിമയിലും അത് ഊന്നുന്നു. സേവാദൽ നിഷ്കളങ്കമായ ആനന്ദത്തിൽ ഏറ്റെടുത്ത ശിക്ഷണം രാജ്യം മുഴുവനും സ്ഥാപിക്കട്ടെ. ഭൂമി സന്തുഷ്ടയും സമൃദ്ധയുമാകട്ടെ. ലോകത്തിന് ശാന്തിയും സന്തോഷവും സ്നേഹവിശ്വാസവും ഉണ്ടാകട്ടെ. അതാണ് എൻ്റെ അനുഗ്രഹം. മാനവികതയുടെ യോഗക്ഷേമത്തിനും സമൃദ്ധിക്കുമായി നിങ്ങൾ ശ്രദ്ധിക്കാൻ ഞാൻ ആവശ്യപ്പെടുന്നു. ജയ് ശ്രീ സായിരാം. നീ അനുഭവം പറഞ്ഞോളൂ. സായിരാം. എൻ്റെ എല്ലാമായ പ്രേമസ്വരൂപനായ സ്വാമിയുടെ പാദങ്ങളിൽ കോടി പ്രണാമങ്ങൾ. ഇത് ശ്രവിക്കുന്ന ഓരോ സായി ഭക്തന്റെയും പാദങ്ങളിൽ എൻ്റെ വിനീത നമസ്കാരം. സ്വാമിയുടെ ആ സ്നേഹവലയത്തെ കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിപ്പിക്കുകയും ഭക്ത മനസ്സുകളെ ആനന്ദത്തിൽ ആറാടിക്കുകയും ചെയ്യുന്ന ഇങ്ങനെയൊരു പ്രോഗ്രാം നടത്തുന്ന കാസർഗോഡ് സമിതിയിലെ സംഘാടകർക്കും സ്നേഹം നിറഞ്ഞ വത്സല മാമിനും ഡോക്ടർ സതീഷ് കുമാറിനും ശ്രീ സതീഷ് MVക്കും എല്ലാം എൻ്റെ മറ്റു വിശിഷ്ടാതിഥികൾക്കും എൻ്റെ വിനീത നമസ്കാരം. എൻ്റെ പേര് ഇന്ദു. ഞാൻ എറണാകുളത്താണ് താമസിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡിന്റെ സ്ഥലം തൃക്കാക്കരയാണ്. എൻ്റെ സ്ഥലം പെരുമ്പാവൂരാണ്. ഹസ്ബൻഡ് കിഷോർ ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഞങ്ങൾക്ക് 2 മക്കളുണ്ട്. 2 പെൺകുട്ടികളാണ്. ദേവിക, ശ്രീലക്ഷ്മി രണ്ടുപേരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടെ എൻ്റെ അമ്മയും ഉണ്ട്. ഇതാണ് എൻ്റെ കുടുംബം. ആദ്യമായി സ്വാമിയെ അറിയുന്നത് 1993-94 കാലഘട്ടത്തിലാണ്. ആ സമയം ഞാൻ എൻ്റെ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. എൻ്റെ മൂത്ത സഹോദരിയാണ് ഭഗവാന്റെ ഒരു ഫോട്ടോ കൊണ്ടുവന്ന് സ്വാമിയുടെ ലീലകളെ പറ്റിയെല്ലാം പറഞ്ഞു തന്ന് എല്ലാം കാണിച്ചു തന്നത്. അപ്പോൾ തന്നെ സ്വാമിയോട് വല്ലാത്തൊരു ആകർഷണമായിരുന്നു. ആ സ്വാമിയുടെ സ്നേഹം നിറഞ്ഞ ഓരോരുത്തരുടെ അനുഭവങ്ങളൊക്കെ പറയണ കേൾക്കുമ്പോൾ വല്ലാത്തൊരു അട്രാക്ഷൻ തോന്നി. അങ്ങനെ സ്വാമിയെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പൊ സ്വാമി പ്രാർത്ഥിക്കാൻ എങ്ങനെയാ, എന്തൊക്കെ വേണം, അങ്ങനെയൊക്കെ അന്വേഷിക്കാൻ തുടങ്ങി. അതിനെപ്പറ്റി ഒന്നും അറിയില്ല. അങ്ങനെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഭജനയ്ക്കൊക്കെ പോകാൻ തുടങ്ങിയത്. അപ്പോഴാണ് ഓങ്കാരം, സായി ഗായത്രി മന്ത്രം ഇതെല്ലാം ആദ്യമായിട്ട് അപ്പോഴാണ് കേൾക്കുന്നത്. ആ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ അതെല്ലാം പഠിക്കാനൊരു ആഗ്രഹമായി. അപ്പൊ സ്വാമിയെ സംബന്ധിച്ച് സ്വാമിയിൽ അടുക്കാനായിട്ട് എന്തൊക്കെ കിട്ടും, അങ്ങനെയായി ചിന്ത. സ്വാമി പിന്നെ കൂടുതൽ സ്വാമി കൂടുതൽ ഭക്തന്മാരെ ആകർഷിച്ച് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും കാണാൻ തുടങ്ങി. സ്വാമിയുടെ ഏറ്റവും അടുത്തൊരു ഭക്ത ഉണ്ടായിരുന്നു. എൻ്റെ വേറൊരു സഹോദരിയുടെ ഒരു ആന്റി ഉണ്ടായിരുന്നു. സ്വാമിയുടെ പുട്ടപർത്തിയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ആന്റി ആയിരുന്നു. അപ്പൊ അവരുടെ വീട്ടിൽ നടന്ന ഒരു അയ്യപ്പൻ വിളക്കിന്റെ സമയത്താണ് ആന്റി ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ കണ്ടു കഴിഞ്ഞപ്പം സ്വാമിയുടെ കുറേ കാര്യങ്ങൾ അവിടെ നടന്ന ഓരോ സംഭവങ്ങൾ, ലീലകളെല്ലാം പറഞ്ഞു തന്നു. അപ്പോഴെല്ലാം സ്വാമിയെ കാണാനും സ്വാമിയുടെ കൂടുതൽ കാര്യങ്ങളിലും പങ്കെടുക്കാനും ഭയങ്കര ആഗ്രഹമായി. അപ്പൊ ആ സമയത്ത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം പഠിച്ചൊക്കെ കഴിഞ്ഞ് സ്കൂളിൽ ജോലിക്ക് ആയി കഴിഞ്ഞപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിന്റെ തൊട്ടടുത്താണ് ആന്റിയുടെ വീട്. അപ്പം അവിടെ തന്നെയാണ് ഭജൻസ് ഒക്കെ പെരുമ്പാവൂർ സമിതിയിൽ നടക്കുന്നത്. അപ്പൊ ഈ ഇടയ്ക്ക് ഭജനിന് പോകാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഹൗസ് ഭജൻസ് നടത്തുമ്പോൾ അങ്ങനെയൊക്കെ പോകാൻ തന്നെ. അപ്പൊ ബുക്കൊന്നും ഇല്ല വായിക്കാനായിട്ടും ഈ പ്രയർ ചൊല്ലാനായിട്ടൊക്കെ. അപ്പൊ അതെല്ലാം എവിടെ നിന്നാ കിട്ടണേന്ന് അന്വേഷിച്ച് ഓരോന്ന് കണ്ടുപിടിച്ച് അതെല്ലാം വായിക്കാനും ആ സാധനകൾ അനുഷ്ഠിക്കാനും ഭയങ്കര ആഗ്രഹമായി. പിന്നെ ആ സ്വാമി തന്നെയാണ് ഓരോ കാര്യങ്ങൾ, പ്രാർത്ഥിക്കാനുള്ള കാര്യങ്ങൾ, സഹസ്രനാമങ്ങൾ എല്ലാം സ്വാമി തന്നെ ഓരോന്നായിട്ട് അതാത് സമയത്ത് എത്തിക്കുകയാണ്. ഇതെല്ലാം പഠിച്ച് എല്ലാ ദിവസവും ചൊല്ലാനും തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1998 ആലുവ സമിതിയിൽ നിന്ന് കൊടൈക്കനാലില് സ്വാമി ഏപ്രില് വിഷു സമയത്ത് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ബസ് പോകുന്നുണ്ട് എന്നൊരു കാര്യം അറിയണത്. അപ്പം ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിലും ഞങ്ങളുടെ പേരൻസിന് അങ്ങനെ സ്വാമി എന്ന് പറയുമ്പം അങ്ങനെ ഞങ്ങൾ പോകുന്നില്ല, പ്രാർത്ഥിക്കുന്നതിലൊന്നും അച്ഛനോ അമ്മയ്ക്കോ യാതൊരു വിദ്വേഷവും ഇല്ല, ഒന്നുമില്ല. എന്ത് വേണമെങ്കിലും ചെയ്യാനും സമ്മതമാണ്. പക്ഷെ അവർക്കായിട്ട് അങ്ങനെ ഒരു വിശ്വാസമില്ല. അപ്പൊ പോകാനും സമ്മതിക്കില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് ആന്റി ഉണ്ട്, പിന്നെ
അമ്മയുടെ കൊളീഗിന്റെ ഒരു ഹസ്ബൻഡ് അവര് അടുത്ത് തന്നെയാ, അവരൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ചേച്ചിയും ഹസ്ബൻഡും അങ്ങനെ അവര് ഫാമിലി ഉണ്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കൂടെ വിട്ടു. അങ്ങനെ ആദ്യമായിട്ട് കൊടൈക്കനാലിൽ വെച്ചിട്ടാണ് 1998 സ്വാമി ആദ്യമായിട്ട് കാണുന്നത്. ആ പോകുന്ന വഴിക്ക് നല്ല ഭജനകളെല്ലാം പാടി നല്ല സന്തോഷമായിട്ടാണ് അവിടെ ചെല്ലുന്നത്. സ്വാമിയെ കാണാനുള്ള തിരക്കില് ക്യൂ ഒക്കെ നിൽക്കാണ്. അപ്പൊ ക്യൂവില് നിൽക്കുമ്പോഴാണ് അറിയണത് ഈ ക്യൂവില് കുറേ പല ലൈൻസ് ആണ്. അതൊന്നും അറിയില്ലായിരുന്നു. ബാക്കിലായിട്ടൊക്കെ സങ്കടപ്പെട്ടു. അപ്പൊ ആ ലോട്ട് എടുത്തിട്ടിട്ട് ആ ലോട്ട് അനുസരിച്ചാണ് ഫസ്റ്റ് ലൈനും സെക്കൻഡ് ലൈനൊക്കെ ഡിസൈഡ് ചെയ്യണേന്നുള്ളതൊക്കെ അപ്പോഴാണ് അറിയണത്. അപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക, സ്വാമി അടുത്ത് കാണാനായിട്ടൊരു അവസരം തരണേ എന്ന് പ്രാർത്ഥിച്ചിരിക്കുമ്പോ ഞങ്ങൾക്ക് സെക്കൻഡ് ലൈനിലായിട്ട് സ്വാമി നടക്കുന്നതിന്റെ സെക്കൻഡ് ലൈനിലായിട്ട് തന്നെ കിട്ടി. അടുത്ത് വെച്ച് സ്വാമീനെ കാണാം. അവിടെയാണെങ്കിൽ അധികം തിരക്കൂല. അങ്ങനെ സ്വാമിയെ ദർശനമൊക്കെ കഴിഞ്ഞ് നല്ല സന്തോഷമായി. അപ്പൊ ചേച്ചിയുടെ മോൾക്ക് ഒരു മോതിരം വേണമെന്നും പറഞ്ഞ് KG പഠിക്കുന്ന സമയം മോള് മോതിരം വേണമെന്നും പറഞ്ഞ് ബഹളം വെച്ച് മോതിരം വാങ്ങിച്ച് അത് ബ്ലെസ് ചെയ്യിക്കാനായിട്ട് സ്വാമിയുടെ കയ്യിൽ കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ തിരിച്ച് വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ ഒരു മോതിരത്തിന് പകരം 2 മോതിരം ഉണ്ടായിരുന്നു. അത് വല്ലാത്തൊരു സന്തോഷമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സ്വാമിയുടെ ഒത്തിരി കാര്യങ്ങളിൽ ഇങ്ങനെ പങ്കെടുക്കാനായിട്ടൊക്കെ നോക്കണ്ടായിരുന്നു. 98 തന്നെ നവംബറിൽ. അപ്പൊ ആന്റിയുടെ അടുത്ത് ഒരു ദിവസം സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത്, നിനക്ക് എന്തെങ്കിലുമൊക്കെ സ്വാമിയുടെ അടുത്ത് പറയാനുണ്ടെങ്കിൽ നീ ലെറ്റർ എഴുതി തന്നേക്ക്, ഞാൻ പോകണ്ട്, പുട്ടപർത്തിക്ക് പോവുകയാണ്, നീ ഒരു ലെറ്റർ എഴുതിത്താ. അപ്പൊ കല്യാണമൊക്കെ ആലോചിച്ച് തുടങ്ങിയ സമയമാണ്. അപ്പൊ നിനക്ക് നിന്റെ ആവശ്യങ്ങളോ നിന്റെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ എഴുതി ഒരു ലെറ്റർ തന്നു കഴിഞ്ഞാൽ ഞാൻ സ്വാമിക്ക് കൊടുക്കാം. അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ സ്വാമി ചിലപ്പം വാങ്ങിക്കും, അല്ലെങ്കിൽ ഞാൻ പോസ്റ്റ് ബോക്സിൽ ഇട്ടേക്കാം, അത് നിന്റെ ലക്ക് പോലെ ഇരിക്കും സ്വാമി വാങ്ങിക്കണ്ടോ ഇല്ലയോ എന്ന്. എന്തായാലും സ്വാമി നോക്കും അത് ബോക്സിൽ ഇട്ടാലും എന്ന് പറഞ്ഞ് ഞാൻ ലെറ്ററൊക്കെ എഴുതി കൊടുത്തു. ഇനി ആന്റി വരണമെങ്കിൽ കുറെ നാൾ കഴിഞ്ഞാലേ ഇത് എന്താ വാങ്ങിച്ചോ ഇല്ലയോ എന്നൊന്നും അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആന്റി എൻഗേജ്മെന്റിന്റെ സമയത്ത് ഒരു ഓഗസ്റ്റ് ഒക്കെ ആയപ്പോൾ ആ സമയത്ത് സ്വാമിയെ ഞാൻ ആന്റിയെ കണ്ടു. അപ്പൊ ആന്റി പറഞ്ഞു, ഓ നിന്റെ ലെറ്റർ സ്വാമി ഓടി വന്ന വാങ്ങിച്ചത്, എന്തൊരു സന്തോഷമായിട്ടാ വാങ്ങിച്ചത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ കേട്ട് കഴിഞ്ഞപ്പോ വല്ലാത്തൊരു സന്തോഷം തോന്നിയോ, സ്വാമി എന്റെ ലെറ്റർ വാങ്ങിച്ചല്ലോ എന്ന് ഓർത്ത്. പിന്നീട് നവംബറിൽ മാരേജ് കഴിഞ്ഞ് ഞങ്ങൾ ചെന്നൈയിലേക്ക് പോവാണ്. അപ്പൊ പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഹസ്ബൻഡിനാണെങ്കിലും IT ഫീൽഡിലാണ്. ആ സമയത്ത് ഭയങ്കര വർക്ക് പ്രഷർ ഉണ്ട്. പിന്നെ ലേറ്റ് ആയിട്ടാണ് ജോലി കഴിഞ്ഞ് വരുള്ളൂ. അപ്പൊ ഞാൻ മിക്കവാറും സമയം ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ്. അപ്പോൾ ജോലിക്ക് പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നോക്കിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ സ്വാമിയുടെ ആ സാധനകളൊക്കെ എനിക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് ഒത്തിരി സമയം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നല്ല ഭംഗിയായിട്ട് സാധനകളൊക്കെ തുടങ്ങി. പ്രാർത്ഥനകൾ കൂടുതൽ ശക്തമായി. പിന്നെ പുറത്തേക്ക് അധികം ഇറങ്ങാനോ മറ്റുള്ളവരായിട്ട് അധികം മിങ്കിൾ ചെയ്യാനോ ഒന്നും സാധിക്കണ ഒരു അവസരം ഉണ്ടായിരുന്നില്ല. അപ്പം ഒരു ഭജന് അവിടെ ഒത്തിരി സ്ട്രോങ് ആയിട്ട് സമിതികളൊക്കെ ഉണ്ട്, ഒത്തിരി പേരുണ്ട് സായി ഡിവോട്ടീസ്. പക്ഷെ എനിക്ക് അങ്ങനെ കാണാനൊന്നും ഒരു അവസരം ഒന്നും കിട്ടിയില്ല. അങ്ങനെ 2000 കഴിഞ്ഞപ്പോഴത്തേക്കും മൂത്തയാളുണ്ടായി കഴിഞ്ഞു. അപ്പം ഹസ്ബൻഡിന്റെ വീട്ടില് അമ്മയ്ക്ക് മാതാമൃതാനന്ദമയുടെ ഭയങ്കര വിശ്വാസമാണ്. അപ്പൊ എപ്പോഴും എൻ്റെ അടുത്ത് പറയും, ഞാൻ ബാബയുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അപ്പൊ പറയും, എനിക്കറിയാം ബാബ മിസ്മറിസ് ആണ് ചെയ്യണേ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും കേൾക്കാൻ കൂട്ടാക്കില്ല. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്നതിനും അങ്ങനെ ഒന്നും ഒരു പ്രശ്നമില്ല, അതൊന്നും കുഴപ്പം. പക്ഷെ കേൾക്കില്ല. അമ്മയുടെ അടുത്ത് എല്ലാ മാസവും പോകും, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ പറയും, അമൃതാനന്ദമയുടെ വിശ്വാസമുള്ളവരും സ്വാമിയിൽ വിശ്വാസമുള്ളവരുണ്ട്. അപ്പം സ്വാമിയെ പറ്റി കൂടുതൽ അറിഞ്ഞാലല്ലേ നമുക്ക് അറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊട്ടും വിശ്വസിക്കില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഈ അമ്മ ഭയങ്കര വിശ്വാസിയാവാണ് സ്വാമിയുടെ. അത് വലിയൊരു അനുഭവമാണ്. അതിന് തക്ക രീതിയിലുള്ള അനുഭവങ്ങളാണ് ഞങ്ങൾക്ക് പിന്നെ തന്നത്. മോളുണ്ടായി കഴിഞ്ഞതിന് ശേഷം ഒരു 1.5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞങ്ങൾ ചെന്നൈയിലായിരുന്നപ്പോൾ തന്നെ, നാട്ടിൽ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞാൽ ഞങ്ങൾ പോയത്. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്ക് ഫസ്റ്റ് പീരീഡ്സ് വന്നു കഴിഞ്ഞ സമയത്ത് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു, ഭയങ്കര ബ്ലീഡിങ്. അപ്പൊ ഞാനും മോളും മിക്കവാറും ഒറ്റയ്ക്ക് വീട്ടിലുണ്ടാവുള്ളൂ. ഹസ്ബൻഡ് ലേറ്റ് ആയിട്ടൊക്കെ വരുള്ളൂ. അപ്പൊ ഹോസ്പിറ്റലിൽ പോകാനോ ഡോക്ടറിനെ കാണാനോ തനിയെ പോകാനും എനിക്ക് അറിയത്തില്ല, ലാംഗ്വേജ് അറിയില്ല.
അപ്പം അങ്ങനെ ഹസ്ബൻഡ് നോക്കിയിരിക്കുമ്പോൾ ഓരോ ദിവസവും ലേറ്റ് ആയിട്ടൊക്കെ വന്ന് അങ്ങനെ ഒരു 2-3 ആഴ്ച വരെ ബ്ലീഡിങ് ഹെവി ഫ്ലോ ആണ്, ഒന്നുമില്ല. ഡോക്ടറെ കാണാനും പറ്റണില്ല. അപ്പൊ ഞാൻ എപ്പോഴും സ്വാമിയുടെ അടുത്ത് പ്രാർത്ഥിച്ചു, എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കി തരണം സ്വാമി, ഇതെങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തരണമെന്ന് പ്രാർത്ഥിച്ചിരിക്കുമ്പോഴാണ് അവരുടെ മാമിയും മാമനൊക്കെ അവിടെ തന്നെ ഉണ്ട്, ചെന്നൈയിൽ തന്നെ ഉണ്ട്. അപ്പൊ അവരെ കണ്ടു. അപ്പൊ ഡോക്ടർ ഒരു ഗൈനക്കിനെ വിളിച്ച് ഫോണിൽ തന്ന് സംസാരിച്ച് മെഡിസിൻ തന്നു. അങ്ങനെ അത് നിന്നു. പിന്നെ ഇങ്ങനെ 6 മന്ത്സ് കഴിഞ്ഞിട്ടാ അടുത്തത് വരുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും ഇതുപോലെ തന്നെ മെഡിസിൻ കഴിച്ച് അങ്ങനെ 2-3 പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഡോക്ടർ പറഞ്ഞു, ഇതിങ്ങനെ യൂട്രസ് ഭയങ്കര പ്രശ്നമാണ്, ഇത് റിമൂവ് ചെയ്യണം. അപ്പൊ എനിക്ക് 27 വയസ്സാണ്. മോൾക്ക് ഇത്രയും പ്രായമായല്ലോ, ഞാൻ അടുത്ത ആളും കൂടെ നോക്കി വേഗം നമുക്ക് യൂട്രസ് റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് ഭയങ്കര ഡേഞ്ചറാണ്, അതാണ് വേറെ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ വേറൊരു ഡോക്ടറെയും കൂടെ കാണാം എന്ന് പറഞ്ഞ് ഞങ്ങള് സുന്ദര മെഡിക്കൽസിലെ ഒരു ഗൈനക്കെ കാണുകയാണ്. മലയാളി ഡോക്ടറാണ്. അപ്പൊ അവിടെ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടറും സെയിം ഒപ്പീനിയൻ തന്നെയാണ് പറയുന്നത്, യൂട്രസിന് പ്രശ്നമാണ്, യൂട്രസ് റിമൂവ് ചെയ്തേ മതിയാവൂ. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് നാട്ടിൽ നിന്ന് അച്ഛനും അമ്മയൊക്കെ ആദ്യമായിട്ട് പുട്ടപർത്തി പോകാനായിട്ട് ഒരുങ്ങുക എന്ന് പറയുന്നത്. അപ്പൊ അതൊരു നവരാത്രി സമയമാണ്. ചേച്ചിമാരും ഉണ്ട്, അവരൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഹസ്ബൻഡിന്റെ അടുത്ത് ചോദിക്കാണ്, നമുക്കൊന്ന് പോകാം അവിടെ. ഹസ്ബൻഡാണ് ആ സമയത്ത് ലീവാണ്, നവരാത്രിയുടെ സമയത്ത്. അപ്പൊ നമുക്കൊന്ന് പോയിട്ട് വരാം. മോള് സ്വാമിയുടെ ഭയങ്കര ഭക്തിയാണ്, ഭജനൊക്കെ ഇട്ടാണ് ഉറങ്ങുള്ളൂ ചെറുപ്പത്തിലേ തൊട്ട്. വിഭൂതി കഴിച്ച് സായി ഗായത്രി ഒക്കെ പഠിച്ചു. അങ്ങനെയാണ് മോള്. അപ്പം മോളെ ഒന്ന് ആദ്യമായിട്ടൊന്ന് സ്വാമിയെ കാണിക്കണ്ടേ, അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ അവിടെ പുട്ടപർത്തിയിൽ ആദ്യമായിട്ടാണ് പോകുന്നത്. അങ്ങനെ ആദ്യമായിട്ട് അവിടെ ചെല്ലുകയാണ് പുട്ടപർത്തിയിൽ. അവിടെ ചെന്ന് അവിടെ നവരാത്രിയുടെ യജ്ഞം നടന്നുകൊണ്ടിരിക്കുന്ന യജ്ഞശാലയിൽ സ്വാമി വരുന്നു. അങ്ങനെ എല്ലാം കണ്ട് ആനന്ദിച്ച് എല്ലാം കണ്ട് നല്ല സന്തോഷമായിട്ട് പോയിട്ട് വന്നു. പക്ഷെ ഞാൻ ഒരു കാര്യം സ്വാമിയുടെ അടുത്ത് ചോദിച്ചിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടുമില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഇവരെ എല്ലാവരെയും കണ്ടും സ്വാമിയെ കണ്ടു, അവിടത്തെ എല്ലാം കണ്ട് അതിലും മതിമറന്ന് സന്തോഷമായിട്ട് തിരിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പീരീഡ്സ് വരാണ്. അത് നോർമലായിട്ട് 4-5 ഡേയ്സിൽ വന്നു. അപ്പൊ ഞാൻ ഡോക്ടറിനെ പിന്നെ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞാൻ നോക്കാം, അടുത്ത നെക്സ്റ്റ് മന്ത് കൂടെ വരട്ടെ, അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ അത് നോർമലായിട്ട് റെഗുലർ ആയിട്ട് വന്നു. യൂട്രസ് റിമൂവ് ചെയ്യേണ്ടേ വന്നില്ല. ഡോക്ടറിനും അത്ഭുതമായി ഇത് എങ്ങനെ മാറി. വീട്ടിലും എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഭയങ്കര അത്ഭുതമായി. അങ്ങനെ അമ്മയ്ക്ക്, എൻ്റെ മദർ ഇൻ ലോയ്ക്ക് കുറച്ച് ആ സ്വാമിയിലെ ഒരു അട്രാക്ഷൻ വരികയാണ്. ആ ദർശനം കൊണ്ട് മാത്രം സ്വാമി അത് മാറ്റി തന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വാമിക്ക് അറിയോളൂ ഞാൻ എന്തുമാത്രം ആ സമയത്തൊക്കെ വിഷമിച്ചിട്ട്. ഞാൻ എൻ്റെ എത്ര വിഷമങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ പേരൻസിന്റെ അടുത്ത് പറയില്ല, അവര് നാട്ടിലല്ലേ, അവർക്ക് വിഷമാവൂലേ, അങ്ങനെ വിചാരിച്ചിട്ട് പറയില്ല. എല്ലാം തനിയെ അങ്ങോട്ട് സഫർ ചെയ്യണ ഒരു ഇതായതുകൊണ്ട് പറയേയില്ല. അങ്ങനെ സ്വാമി അത് മാറ്റി തന്നു കംപ്ലീറ്റ് ആയിട്ട്. പിന്നീട് 2005 രണ്ടാമത്തെ ആളുണ്ടായി. എല്ലാം ഇതുവരെ ഒരു പ്രശ്നങ്ങളും ഇല്ല. അങ്ങനെ പിന്നീട് ഉണ്ടായ ഒരു അനുഭവമാണ്, ഞങ്ങള് 2003 ഇവിടെ മുഖപ്പേർ ഭാഗത്ത് ഒരു വീട് ഫ്ലാറ്റ് വാങ്ങിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ഒരു ഓണം സമയത്താണ് ഹൗസ് വാമിങ് വച്ചത്. അപ്പൊ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് വത്സരവാക്കം ആ ഒരു ഭാഗത്ത്. അപ്പൊ അവിടെ നിന്ന് മുഖപ്പേർ വരെ വരണമെങ്കിൽ ഒരു 2 മണിക്കൂറോളം എടുക്കും. അപ്പൊ എല്ലാവരും വന്നേക്കും, നാട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ട് ഹൗസ് വാമിങ്ങിന്. എൻ്റെ പേരൻസിന്റെ ഇൻലോസ് ഉണ്ട്, പിന്നെ ഹസ്ബൻഡിന്റെ അങ്കിൾ ആന്റി, അങ്ങനെ എല്ലാവരും കുറെ പേരുണ്ട്. ഓണം അവിടെയാണ് വർഷം സെലിബ്രേറ്റ് ചെയ്തത്. റിലേറ്റീവ്സ് ഒക്കെ വന്നു. അങ്ങനെ ഞങ്ങൾ ഒരു വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അപ്പൊ അതിന്റെ പിറ്റേ ദിവസമാണ് ഹൗസ് വാമിങ്. അപ്പൊ അണ്ണാനഗർ അയ്യപ്പൻ കോവിലിലെ ഒരു പൂജാരി ആണ് ഗണപതി ഹോമത്തിന് പറഞ്ഞു വെച്ചിരുന്നത്. പിറ്റേ ദിവസം രാവിലെ അപ്പൊ തിരുമേനി പ്രത്യേകം പറഞ്ഞു, 2:30 മണിക്ക് നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് വിളിച്ചുകൊണ്ട് പോകണം, എനിക്ക് 4 മണിക്ക് അമ്പലത്തിലേക്ക് തിരിച്ചു പോകണം എല്ലാം കഴിഞ്ഞ്. എൻ്റെ കയ്യിലാണ് കീ ഇരിക്കണത്, എനിക്ക് അമ്പലം തുറക്കാനുള്ളതാണ്, അതുകൊണ്ട് ഇത്ര നേരത്തെ വരണം എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ വന്ന് എല്ലാവരും കൂടെ ഒരുമിച്ച് റെഡിയാവാനും പറ്റുന്നില്ല. അപ്പം ഞാൻ ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞു, ചേച്ചിയുണ്ട്, മൂത്ത സഹോദരി ഉണ്ട്, അപ്പൊ കൂടെ പോയിക്കോ, നിങ്ങൾ ആദ്യം തിരുമേനിയൊക്കെ വിളിച്ചു വരാം, അപ്പത്തേക്ക് ഞങ്ങൾ വന്നേക്കാം എന്ന് പറഞ്ഞ് കുളിച്ച് എല്ലാവരും റെഡി ആയിട്ട് വരണ്ടേ, കുഞ്ഞിനെയും എഴുന്നേൽപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവര് പോയി. ആദ്യം തിരുമേനിനെ കൊണ്ടുപോയി അവിടെ നിന്നിട്ട് ഞങ്ങൾക്ക് കാറ് വരാനായിട്ട് തിരിച്ചു വരാനായിട്ട് ലേറ്റായി. ഞങ്ങൾ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് 4 മണിയായി. അപ്പൊ 4 മണിയായപ്പോ തിരുമേനി ദേഷ്യപ്പെട്ടു,
തിരുമേനിയുടെ അടുത്ത് പൂജ തുടങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങില്ല. നിങ്ങൾ ഫാമിലിയുള്ള എല്ലാവരും ഇല്ലാതെ ഞാൻ പൂജ തുടങ്ങില്ല. വീട്ടില് ഹസ്ബൻഡും വൈഫും ഇരിക്കണം പൂജയ്ക്ക്, എന്നാലേ തുടങ്ങുള്ളൂ എന്ന് പറഞ്ഞ് ആ തിരുമേനി 4 മണിയായപ്പോ ദേഷ്യപ്പെട്ടു. ഇനി നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ, എനിക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് തിരുമേനി പോയി. അപ്പൊ അന്ന് പാല് കാച്ചണം, 8 മണിക്ക് പാല് കാച്ചണം. അത് കഴിഞ്ഞാൽ അവിടെ ഹസ്ബൻഡിന്റെ റിലേറ്റീവ്സ് കുറേ പേരുണ്ട്. അപ്പൊ അവരെല്ലാവരും വരും, പിന്നെ ഓഫീസിലെ എല്ലാവരും വരും. ഇപ്പൊ ഈ പാല് കാച്ചുന്നത് ഗണപതി ഹോമം പോലും നടത്താതെ എന്ത് ചെയ്യും ഞങ്ങളെന്ന് വിചാരിച്ച് ഞങ്ങൾ വിഷമിച്ചിരിക്കുക. അപ്പൊ ഞങ്ങള് ഭജൻസ് പാടാൻ തുടങ്ങി അവിടെ ഇരുന്ന്. അപ്പൊ 4 മണി ആ സമയത്താ, 4-4:30 ഞങ്ങൾ അവിടെ ഇരുന്ന് ഭജൻസ്, സ്വാമിയുടെ ഭജൻസ് പാടി ആരതി എല്ലാം എടുത്തു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ആ തിരുമേനി വിളിച്ചേക്കാണ്, ഞാൻ ഒരാളെ വിട്ടിട്ടുണ്ട് തൽക്കാലം. ഞങ്ങൾ ആലോചിക്കുക ഈ സമയത്ത് 4 മണിക്ക്, ഞങ്ങൾക്ക് പരിചയമില്ലാത്ത സ്ഥലമാണ് മുഖപ്പേറില് ആ ഏരിയ. ഒരാളുടെ അടുത്തും ചോദിക്കാനില്ല. ഈ സമയത്ത് പോയി കഴിഞ്ഞ ഒരു ആളെ ഗണപതി ഹോമം ചെയ്യാനായിട്ട് എവിടെ നിന്ന് കിട്ടാനാ? അങ്ങനെ ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ വേറൊരാളെ പറഞ്ഞു വിട്ടിട്ടുണ്ട്, വേഗം പോയി വിളിച്ചുകൊണ്ടൊന്നും ചെയ്ത. അങ്ങനെ എല്ലാം ഭംഗിയായിട്ട്, സ്വാമി അല്ലാതെ അത് ആരാ ചെയ്യണം? ആ വീട്, ആ ഫ്ലാറ്റ് വാങ്ങിക്കാൻ കാണാൻ പോയപ്പോ തന്നെ അവിടെ വിഷ്ണു സഹസ്രനാമമാണ് കേട്ടത്. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു, ഇത് അതുമല്ല, സ്വാമിയുടെ ഭയങ്കര പ്രസൻസ് എനിക്ക് അവിടെ ചെന്നപ്പോ തൊട്ട് ഫീൽ ചെയ്യണ. അപ്പൊ ഞാൻ പറയുകയും ചെയ്തു, എനിക്ക് ഈ ഫ്ലാറ്റ് വേണം, വേറെ എവിടെ നോക്കണ്ട, ഇതെനിക്ക് ഭയങ്കര സ്വാമിയുടെ ഒരു പ്രസൻസ് ഉള്ള സ്ഥലമാണ് എന്ന് പറഞ്ഞാണ് അവിടെ ചെന്നത്. അത് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ പേരൻസിനാണെങ്കിലും അത്ര വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം ഓരോന്നും സ്വാമിയെ അങ്ങോട്ട് അടുപ്പിക്കാനുള്ള ഓരോ ലീലകളായിരുന്നു അതെല്ലാം. പിന്നെ എൻ്റെ പേരൻസിനാണെങ്കിലും എൻ്റെ ഇൻലോസിനാണെങ്കിലും ഹസ്ബൻഡിനാണെങ്കിലും സ്വാമിന് ഭയങ്കര വിശ്വാസമായി. അങ്ങനെ ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് മാറി താമസിച്ച് അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അപ്പൊ അവിടെ അടുത്ത് തിരുമംഗലം, അവിടെ ഒരു സമിതി ഉണ്ട് സ്വാമിയുടെ. എന്നും ആ വഴി പോകുമ്പോൾ പറയുമ്പോൾ ഒരു ദിവസം ഒന്ന് എനിക്ക് ഭജൻസ് കൂടണമെന്നുണ്ട് എന്ന് പറയുമ്പോൾ ഹസ്ബൻഡ് 9 മണിയൊക്കെ ആകുമ്പോഴാണ് വരുന്നത്. അപ്പൊ അപ്പോഴത്തേക്കും ഒന്നും ഇല്ല. അപ്പൊ സൺഡേ എങ്കിലും കൊണ്ടുപോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അപ്പൊ എപ്പോഴും അത് നീ ഒറ്റയ്ക്ക് പോകാനും പറ്റില്ല, പരിചയമില്ലാത്ത സ്ഥലമാണ്, ലാംഗ്വേജ് അറിയില്ല, അങ്ങനെ പോകാൻ പറ്റില്ല, അങ്ങനെ പറഞ്ഞ് വിടില്ല. അപ്പൊ ഭയങ്കര ആഗ്രഹമായിരുന്നു ഭജൻസ്, ഭജനിന് പോകണം എന്നൊക്കെ. അപ്പൊ ഇത്രയും അടുത്ത സമിതി ഉണ്ടായിട്ട് എനിക്ക് പോകാൻ പറ്റിയില്ലല്ലോ. പക്ഷെ അന്ന് തൊട്ട് മുടങ്ങാതെ ഓങ്കാരം, സുപ്രഭാതം എല്ലാം ചെയ്യായിരുന്നു ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോ. അത് കഴിഞ്ഞ് മോളും അത് എല്ലാം പ്രാർത്ഥിക്കാനൊക്കെ കൂടും എല്ലാത്തിനും. അപ്പൊ മോൾക്ക് ചിന്മയിൽ അഡ്മിഷൻ കിട്ടിയത്, അവിടെയാണെങ്കിലും എല്ലാ ഗീതാ ശ്ലോകങ്ങളും എല്ലാം, അപ്പൊ അതെല്ലാം റിസൈറ്റ് ചെയ്ത് അങ്ങനെ നല്ല ഇതായിട്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം എൻ്റെ ഇൻലോസ് വന്ന് താമസിക്കുക അവിടെ. ആ താമസിക്കുന്ന സമയത്ത് അമ്മയെ ഈ കുട്ടിയായിട്ട് ഭയങ്കര അടുപ്പായിരുന്നു. അമ്മയെ കൊണ്ട് നിർബന്ധിച്ച് ബുക്ക് വായിപ്പിക്കുക എല്ലാം ചെയ്ത് അമ്മേനെ ഒരു വിഭൂതിയൊക്കെ കഴിപ്പിച്ച് ആ ബുക്കൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ സ്വാമിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞാൽ അവർ ഭയങ്കര ഡിവോട്ടിയായി എന്നുള്ളതാണ് സ്വാമിയുടെ. പിന്നെ നാമസ്മരണയും രൂപധ്യാനം അതായിരുന്നു അമ്മയ്ക്ക് മരണം വരെ. ഭയങ്കര ഭക്തിയായിരുന്നു. സർവീസിന് വരെ പോയി സ്വാമിയുടെ അടുത്ത് നിന്ന് ഒരു അമ്മയുടെ പിറന്നാളിന്റെ സമയത്ത് ഒരു ഫോട്ടോ ഒക്കെ കിട്ടിയിട്ടുണ്ട് അമ്മയ്ക്ക്. അങ്ങനെ ഭയങ്കര ഭക്തിയായിട്ട് സ്വാമിയിൽ ഏറ്റവും അവസാനം ഒരു വിഷമവും ഇല്ലാതെ 2022 ഭഗവാന്റെ പാദങ്ങളിൽ ചെന്ന് ചേർന്നു. അത്രയ്ക്കും ഭക്തിയായിരുന്നു. ഇത് ഭജൻസ് കേൾക്കാനായിട്ട് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. സ്വാമി അതിനും നിവർത്തിച്ചു തന്നു. അതിന്റെ മുകളിൽ തന്നെ ഒരു തെലുങ്ക് ഫാമിലി ഉണ്ടായിരുന്നു, അവരെ എല്ലാ മാസവും ഭജൻസ് നടത്തുമായിരുന്നു. അങ്ങനെ എല്ലാ മാസവും എനിക്ക് ഭജൻസും കൂടാൻ പറ്റി. അപ്പോഴാണ് 2ാമത്തെ പ്രഗ്നൻസി വന്ന് ഞാൻ പ്രസവത്തിന് വേണ്ടി നാട്ടിൽ വന്നത്. ആ നാട്ടിൽ വന്ന സമയത്ത് നാട്ടിലേക്ക് വന്ന് തന്നെ അവിടെ ആരും ഇല്ല നോക്കാനായിട്ട്. ആ ഒരു കൺസെപ്റ്റിലാണ്. ഇവിടെ ആണെങ്കിൽ എല്ലാവരും ഉണ്ട്, ഹോസ്പിറ്റലിൽ പോകുമ്പോഴൊക്കെ നോക്കാൻ ആളുണ്ടെന്നുള്ള രീതിയിലാണ് വന്നത്. ഇവിടെ വന്ന് ഡെലിവറിയുടെ സമയത്ത് ഞാൻ അഡ്മിറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അന്നത്തെ ദിവസം അവിടെ ഹസ്ബൻഡും ഇല്ല, ഹസ്ബൻഡ് തിരിച്ചു പോയി. പെട്ടെന്നാണ് ഏർലി മോർണിംഗ് ബ്ലീഡിങ് വന്ന് ഡോക്ടർ 3 മണിക്ക് വന്നു. ഡോക്ടർ സിസ്റ്ററാണ്. അപ്പൊ പറഞ്ഞു ഇപ്പൊ തന്നെ സർജറി ചെയ്യണം, അല്ലാതെ പറ്റില്ല, അല്ലെങ്കിൽ കുഞ്ഞിന് ഇതാണ് ഡേഞ്ചർ ആണെന്ന് പറഞ്ഞ് 3 മണിക്ക്. ആ സമയത്ത് ഞാനും അമ്മയും അച്ഛനും മാത്രമേ ഉള്ളൂ. കേട്ടതും അമ്മ അവിടെ തലകറങ്ങി വീണു. പിന്നെ അച്ഛൻ അമ്മേനെയും കൊണ്ട് പോകും. അപ്പൊ ഞാൻ ഒറ്റയ്ക്കാണ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോണത്. ആ സമയത്ത് എനിക്ക് സ്വാമി മാത്രമേ ഉള്ളൂ, സായി ഗായത്രി, അത് മാത്രം ജപിച്ചിട്ടാണ് ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുന്നത്. തിയേറ്ററിൽ കയറിയിട്ടും സായി ഗായത്രി തന്നെ ജപിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എനിക്ക് ചിരിയും വരണ്ട്, ദൈവമേ ഞാൻ ഇവിടെ എന്തിനാ വന്നത്, ഇത്രയും പേരുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ആരുണ്ട്? സ്വാമി മാത്രമുണ്ട്, വേറെ ആരും എനിക്കില്ല, എൻ്റെ അടുത്ത് ഒരാളും ഇല്ല.
അങ്ങനെ പറഞ്ഞ് സായി ഗായത്രി ജപിച്ച് ആ ലോക്കൽ അനസ്തേഷ്യ തന്നത്. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞ് ജനിക്കുന്നവരെ സായി ഗായത്രി, ജനിച്ചു കഴിഞ്ഞിട്ടും സായി ഗായത്രി. ആ സായി ഗായത്രിയിൽ കേട്ടാണ് എൻ്റെ കുഞ്ഞ് അവിടെ പിറന്നു വീണത്. അങ്ങനെ കുഞ്ഞും അതെ, ഇളയാളും അതെ, ഭയങ്കര ഭക്തിയാണ് സ്വാമിയുടെ. സ്വാമിനെ കൊണ്ടുപോയി കാണിക്കുകയും ചെയ്തു. ഇങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ സ്വാമി ജീവിതത്തിൽ നിറയെ തന്നിട്ടുണ്ട്. ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുകയാണ്. ആ തപോവനം വായിക്കുന്നതിൻ്റെയും എല്ലാ ശക്തിയിലും ഞങ്ങൾക്ക് ഒത്തിരി അനുഭവങ്ങൾ തന്നിട്ടുണ്ട് സ്വാമി. അത്രയും സ്നേഹസ്വരൂപനും ഇത്രയും എന്താ പറയുന്ന, ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ തയ്യാറുള്ള സ്വാമി. ആ സ്നേഹം മുഴുവൻ ആവാഹിച്ചെടുക്കാനായിട്ട് എത്ര കിട്ടിയാലും മതിയാവില്ലാത്ത പോലെ നിറയെ തരുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെ ജീവിതത്തിലും ഇതുപോലെ സ്വാമിയുടെ സ്നേഹവും എല്ലാം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇത് കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി. പ്രത്യേകിച്ച് കാസർഗോഡ് സമിതി എല്ലാവർക്കും, വത്സല മാം, എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. എല്ലാവർക്കും മംഗളം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സായിരാം. സായിരാം ബിന്ദു, വളരെ നന്നായിട്ട് വായിച്ചു. അതിലും നന്നായിട്ട് അനുഭവങ്ങൾ പ്രസന്റ് ചെയ്തു. താങ്ക് യു സോ മച്ച് സായിരാം. സതീശ, പ്രസന്റേഷൻ എന്തോ വർക്ക് ആവുന്നില്ല. സ്വാമിയുടെ വീഡിയോ ഇല്ല, വർക്കാകുന്നില്ല എന്നാ പറയുന്നത് സതീശ്. കോട്ടയം നോക്ക്. അണച്ചോളൂ, നമുക്ക് ഭജന പാടാം. ശരി, സതീഷ് നിർത്തിക്കോളൂ. സായിരാം. ചില സമയത്ത് അങ്ങനെ ഉണ്ടാവും. ഇന്ദു ഒരു ഭജന പാടിക്കോളൂ. സായിരാം. ഹരേ മുരാരേ സായിരാം, ഹരേ മുരാരേ രാം, ഹരേ മുരാരേ സായിരാം, ഹരേ മുരാരേ രാം, പരമസുമംഗള സായിരാം, പരമസുമംഗള രാം, പരമസുമംഗള സായിരാം, परमसुमंगल राम। ईश्वर अल्लाह तेरे नाम सब तुम हो भगवान, ईश्वर अल्लाह तेरे नाम सब तुम हो भगवान, परम सुमंगल साईराम, परम सुमंगल राम, परम सुमंगल साईराम, परम सुमंगल राम। हरे मुरारे साईराम, हरे मुरारे राम, परम सुमंगल साईराम, परम सुमंगल राम, परम सुमंगल साईराम, പരമസുമംഗള രാം. സായിരാം. സായിരാം. സായി ഉപമ. നമ്മൾ മണ്ണിൽ ഒരു വിത്ത് വിതയ്ക്കുമ്പോൾ അത് മുളച്ച് വലിയ വൃക്ഷമായി വളരുന്നു. ആ വൃക്ഷത്തിൽ ധാരാളം ശാഖകളും ഇലകളും പൂക്കളും ഫലങ്ങളും ഉണ്ടാകുന്നു. ഇവയെല്ലാം തന്നെ മണ്ണിൽ നിന്നും വന്നതാണെന്ന് നാം മനസ്സിലാക്കണം. പക്ഷേ കാലക്രമേണ വൃക്ഷവും അതിൻ്റെ കൂടെയുള്ള സർവവസ്തുക്കളും അപ്രത്യക്ഷമാകുന്നു. പക്ഷേ അവ ഉണ്ടായ മണ്ണ് ശാശ്വതമായി നിലകൊള്ളുന്നു. അതാണ് അടിസ്ഥാനം. അതുപോലെ ബ്രഹ്മനിൽ നിന്നും ഉണ്ടായ പ്രജ്ഞാനം പലതരത്തിൽ സ്വയം പ്രകടമാകുന്നു. ചരാചരങ്ങളായി അത് പ്രത്യക്ഷപ്പെടുന്നു. മനുഷ്യന്റെ ഓരോ അവയവത്തിലും ഈ ബ്രഹ്മൻ സന്നിഹിതനാണ്. കാലക്രമേണ ശരീരം, ജനന
മരണങ്ങൾ ജരാനിരകൾ ബാധിച്ചുകൊണ്ട് മരിക്കുകയും അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. ഈ വിധത്തിൽ സൃഷ്ടിയിൽ എല്ലായിടത്തും ബ്രഹ്മന്റെ പ്രജ്ഞാന രൂപത്തെ കാണണമെന്നും സൃഷ്ടി നമ്മളെ പഠിപ്പിക്കുന്നത്. ജയ സായിരാം. മാഷെ ശാന്തി മന്ത്രം പറഞ്ഞോളൂ. സായിരാം. സമസ്ത ലോക സുഖിനോ ഭവന്തു. സമസ്ത ലോക സുഖിനോ ഭവന്തു. സമസ്ത ലോക സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. जय बोलो भगवान श्री सत्य साई बाबा जी की जय. സായിരാം. സായിരാം.